We sang the song, On Christ, the solid rock I stand. ക്രിസ്തുവാകുന്ന ഉറപ്പുള്ള പാറമേൽ ഞാൻ നിൽക്കുന്നു എന്ന് നാം പാടുകയുണ്ടായി. Then also we heard a verse from the book of Ephesians chapter 2 verses 1 and 2. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ അതും നാം വായിക്കുകയുണ്ടായി, കേൾക്കുകയുണ്ടായി. Yeah. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവിടുന്ന് ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. Yeah. You were dead in trespasses and sins. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നാം. We were in that position. നാം ആ ഒരു അവസ്ഥയിലായിരുന്നു. There was a brother, he was working in the government department ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിരുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. as a registrar, അദ്ദേഹം ഒരു രജിസ്ട്രാർ ആയിട്ട് ജോലി ചെയ്യുകയായിരുന്നു. and he was also involved in the missionary work, അദ്ദേഹം മിഷൻ പ്രവർത്തനങ്ങളിലും വ്യാപൃതനായിരുന്നു. and he has a daughter. അദ്ദേഹത്തിന് ഒരു മകൾ ഉണ്ടായിരുന്നു. She has 3 children, ആ മകൾക്ക് 3 മക്കൾ ഉണ്ടായിരുന്നു. three little boys. 3 ചെറിയ മക്കൾ. She was working in a school. ആ സ്ത്രീ ഒരു സ്കൂളിൽ ജോലി ചെയ്യുകയായിരുന്നു. Her husband was also working in the same school. ആ സ്കൂൾ തന്നെയായിരുന്നു ഭർത്താവും ജോലി ചെയ്തിരുന്നത്. And it is their practice during any holidays they'll take a car and go for some sightseeing. അവര് സാധാരണ എന്തെങ്കിലും അവധി ഉള്ളപ്പോൾ ഈ കുഞ്ഞുങ്ങളെയും കൂട്ടി കുടുംബമായിട്ട് എവിടെയെങ്കിലും സ്ഥലങ്ങൾ കാണാനായിട്ട് പോകുന്നത് ഒരു പതിവായിരുന്നു. And one holiday the attender working in that school suggested, why can't we go to a place called Mukkambu near Trichy? തിരുച്ചിക്ക് അടുത്ത് മുക്കമ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എന്തുകൊണ്ട് പോയിക്കൂടാ എന്ന് അവിടെ സ്കൂളിൽ അറ്റൻഡറായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി അവരോട് അങ്ങനെയുള്ള നിർദ്ദേശം നൽകി. Mukkambu means similar to Muvatupuzha, where 3 rivers are coming. ഓക്കെ, സോ മുക്കമ്പു എന്ന് പറയുന്നത് മൂവാറ്റുപുഴ പോലെയുള്ള 3 നദികൾ ഒന്നിക്കുന്ന ഒരു സ്ഥലമാണ്. It's a beautiful tourist place. അത് വളരെ മനോഹരമായ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. Yeah, in the river Kaveri. കാവേരി റിവറിനോട് ചേർന്ന്. So they packed all their lunch and snacks and went in the car. അവര് ലഞ്ചും സ്നാക്സും ഉച്ചഭക്ഷണവും സ്നാക്സും ഒക്കെ കാറിൽ അവരെടുത്ത് യാത്ര പുറപ്പെട്ടു. They reached the place. അവരവിടെ ആ സ്ഥലത്ത് എത്തി. Children were so excited to see. ആ സ്ഥലം കാണുവാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് വളരെ ഉത്സാഹമായിരുന്നു. But mother and dad, no, they were opening the dicky in the back and they were taking all the snacks and food. എന്നാൽ അപ്പോ പുറകിൽ ഡിക്കി തുറന്ന് അപ്പനും അമ്മയും അവരെല്ലാ ഭക്ഷണവും ഒക്കെ പുറത്തേക്ക് എടുക്കുകയായിരുന്നു. Within the short time the children ran towards the river. ആ കുറച്ച് സമയത്തിനുള്ളിൽ ആ കുഞ്ഞുങ്ങൾ ആ ഒരു നദിയുടെ അരികിലേക്ക് ഓടി. They didn't realize they are small children. അവർക്കറിയില്ലായിരുന്നു അത് കൊച്ചു കുഞ്ഞുങ്ങളാണ്. And when the youngest son kept his feet on a particular place, he started going down. ആ ഏറ്റവും ചെറിയ കുഞ്ഞ് ഒരു സ്ഥലത്ത് കാൽപാദം വെച്ചപ്പോൾ അവൻ താഴേക്ക് പോകാൻ തുടങ്ങി. And the immediate brother said, oh, brother is going. So he went and held him. He was also going in. ആ കുഞ്ഞ് താഴേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് തൊട്ടടുത്ത മകൻ അവനെ പോയി പിടിച്ചു, അവനും താഴേക്ക് പോവുകയാണ്. And the elder brother wanted to save both his younger brothers and he was holding them. He was also going down. അപ്പോൾ ഈ 2 കുഞ്ഞുങ്ങളെയും രക്ഷിക്കുവാനായിട്ട് മൂത്ത മകൻ ഓടിച്ചെന്ന് പിടിച്ചപ്പോഴേക്കും അവനും താഴേക്ക് പോവുകയായിരുന്നു. It was a quagmire. അതൊരു ചളിക്കുഴിയായിരുന്നു. Yeah. So fraction of seconds all the 3 children started going down. ഒരു നിമിഷം കൊണ്ട് ആ 3 കുഞ്ഞുങ്ങളും താഴേക്ക് ആ കുഴിയിലേക്ക് താണുകൊണ്ടിരുന്നു. Are you able to imagine their state, their plight? അവരുടെ ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയുമോ? And hearing the screaming, people went and told these people, it is your children, please go and see what happened. അപ്പോ ഈ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ട് ആളുകൾ പറഞ്ഞു, നിങ്ങൾ പോയി നോക്ക്, എന്താണ് കുഞ്ഞുങ്ങൾ അവിടെ വീണു, പോയി നോക്കാൻ പറഞ്ഞു. By the time they came, it was all covered. അവരവിടെ എത്തിയപ്പോഴേക്കും ആ കുഴി മൂടപ്പെട്ടിരുന്നു, കുഴി മൂടിയിരിക്കുന്നു. They had to find the specialist and they were able to take only the dead bodies of the 3 children. അവർക്ക് അതിനെ തുടർന്ന് അവര് പോയി
ഈ വിദഗ്ധരെ കൊണ്ടുവന്നു. എന്നാൽ ആ കുഞ്ഞുങ്ങളുടെ മൃതശരീരം മാത്രമാണ് പുറത്തെടുക്കുവാനായിട്ട് കഴിഞ്ഞത്. And imagine the sorrow, the grief of the parents and the grandparent, more than that, the grandparent. അന്ന് ആ മാതാപിതാക്കളുടെ അവരുടെ അപ്പച്ചന്റെ അമ്മച്ചിയുടെ ഒക്കെ ആ ഒരു പ്രയാസത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. Yeah, after that also I met the grandfather and he was so much in grief because he lost all the 3 grandchildren on single day. ഒരേ ദിവസം തന്റെ 3 പേരക്കുട്ടികളെയും നഷ്ടപ്പെട്ട ആ ഒരു മുത്തച്ഛന്റെ വിഷമം ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. And father and mother, very unconsolable grief. ആ മാതാവിനും പിതാവിനും ആശ്വാസം കൈക്കൊള്ളുവാൻ കഴിയാത്ത തരത്തിലുള്ള വിഷമമായിരുന്നു. When I read this verse, spiritually we were also going down in our sins and trespasses are like this death quagmire. നാം ഈ വാക്യം ഞാൻ വായിച്ചപ്പോൾ ആത്മീയമായിട്ട് നാം ഓരോരുത്തരും ഇത്തരത്തിൽ ഉള്ള ഒരു മരണത്തിന്റെ ചളിക്കുഴിയിൽ കിടന്ന് ഇരുന്നപ്പോഴാണ് കർത്താവ് നമ്മെ രക്ഷിച്ചത്. The first verse says that we were dead in our trespasses and sins. It is a quagmire. We were going into the hopeless place. ഇവിടെ നാം അടിയിൽ അടി അറിയാത്ത നിലം അറിയാത്ത ഒരു കുഴിയിലേക്ക് നാം നിബന്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. But God has lifted us alive. എന്നാൽ ജീവനോടെ ദൈവം നമ്മെ പുറത്തേക്ക് കൊണ്ടുവന്നു. Imagine somebody came and lifted all the children and gave them life. What a miracle it would have been. ആരെങ്കിലും ഓടി വന്ന് ആ കുഞ്ഞുങ്ങളെ പിടിച്ച് പുറത്തു കൊണ്ടുവന്ന് അവർക്ക് ജീവൻ കൊടുത്തിരുന്നെങ്കിൽ അത് എത്ര വലിയൊരു അത്ഭുതമാകുമായിരുന്നു. But God has given us life in our spiritual life. എന്നാൽ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ആത്മീകമായ ജീവൻ നൽകിയിരിക്കുന്നു. Yeah, we need to know from where we came up. നാം എവിടെ നിന്നാണ് ദൈവം നമ്മെ പിടിച്ചു കൊണ്ടുവന്നത് എന്ന് നാം ഓർക്കണം. Anybody who is not born again, their situation is they are going down and down and down and down deep into sin. വീണ്ടും ജനിക്കാത്ത ഓരോ വ്യക്തിയും ഇപ്രകാരം വീണ്ടും 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 ഒരു ആഴത്തിലുള്ള കുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. It is a death and darkness. അവിടെ മരണവും ഇരുളും മാത്രമാണുള്ളത്. But we thank God for this redemption. എന്നാൽ യേശു ക്രിസ്തുവിലൂടെയുള്ള ഈ രക്ഷയ്ക്കായിട്ട് നാം ദൈവത്തിന് നന്ദി പറയും. After correlating this example, I am able to see how much God has done. How much is the love of God. ഈ ഒരു ഉദാഹരണത്തിലൂടെ ദൈവം എത്രയധികമാണ് നമുക്ക് ചെയ്തത്, എത്രയധികമാണ് നമ്മോട് കാണിച്ച സ്നേഹം എന്ന് എനിക്ക് ഓർക്കുവാനായിട്ട് കഴിഞ്ഞു. I would like to share something for the young people from Matthew chapter 14. ഞാൻ ചെറുപ്പക്കാർക്ക് വേണ്ടി മത്തായി 14-ാം അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. Matthew chapter 14. മത്തായി 14-ാം അധ്യായം. We read about a governor. His name is Herod. ഇവിടെ ഹെരോദാവ് എന്ന് പറയുന്ന ഒരു ഇടപ്രഭുവിനെ കുറിച്ച് നാം വായിക്കുന്നു, ഗവർണറെ കുറിച്ച് വായിക്കുന്നു. Yeah, he was the tetrarch. അവിടെ First verse. Yeah. അവിടെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത് അദ്ദേഹം ഒരു ടെട്രാക്ക് ആയിരുന്നു. The country was divided into 4 regions and he was the governor for 1 region. അവിടെ 4 ഭാഗങ്ങളായിട്ട് പിരിക്കപ്പെട്ട രാജ്യത്തിന്റെ ഒരു ഭാഗത്തെ അധിപനായിരുന്നു അദ്ദേഹം. ഇടപ്രഭു എന്നാണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. Yeah. And John the Baptist was living at the same time. യോഹന്നാൻ സ്നാപകനും അതേ കാലഘട്ടത്തിൽ ജീവിച്ചവനായിരുന്നു. And he was telling him, John the Baptist was telling the king. യോഹന്നാൻ സ്നാപകൻ രാജാവിനോട് പറയുകയായിരുന്നു. 4-ാമത്തെ വാക്യം. 4th verse. 4-ാമത്തെ വാക്യം. യോഹന്നാൻ അവനോട് പറഞ്ഞതുകൊണ്ട് തന്നെ അവനെ പിടിച്ചു കെട്ടി തടവിൽ ആക്കിയിരുന്നു. 3-ാം വാക്യമാണ് മലയാളത്തിൽ. ഹെരോദാവ് തന്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹെരോദി നിമിത്തം അവൾ നിനക്ക് ഭാര്യ ആയിരിക്കുന്നത് വിഹിതമല്ല എന്ന് യോഹന്നാൻ അവനോട് പറഞ്ഞു. Yeah, John the Baptist was telling, he was a mighty prophet, യോഹന്നാൻ ഒരു ശക്തനായ പ്രവാചകനായിരുന്നു. a fearless prophet. അവനൊരു പേടിയില്ലാത്ത ഭയമില്ലാത്ത He was പ്രവാചകനായിരുന്നു. not having any fear of this earthly man because he feared God. ദൈവത്തെ താൻ ഭയപ്പെട്ടതുകൊണ്ട് ഈ ഭൂമിയിലുള്ള ഈ മനുഷ്യനെ തനിക്ക് ഭയമില്ലായിരുന്നു. And he told him boldly, അവനോട് ധൈര്യത്തോടെ പറഞ്ഞു, it is not lawful for you to have her. അവൾ നിനക്ക് ഭാര്യയായിരിക്കുന്നത് വിഹിതമല്ല എന്ന് 3-ാം വാക്യത്തിന്റെ അവസാനത്തിൽ പറഞ്ഞു. It is not lawful. അത് വിഹിതമല്ല, അത് നിയമപരമായിട്ട് അത് ശരിയല്ല. Yeah, Paul says in Corinthians in 2 places. പൗലോസ് കൊരിന്ഥി ലേഖനത്തിൽ 2 പ്രാവശ്യം പറയുന്നുണ്ട്. It says 2 levels. അവിടെ 2 തരത്തെ കുറിച്ച് പറയുന്നു. The basic level is
some things are not lawful. അടിസ്ഥാനപരമായ ഒരു നിയമം എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ അത് അനുവദനീയമല്ല. But the next higher level, എന്നാൽ അതിനേക്കാട്ടിലും ഉയർന്ന ഒരു തരമുണ്ട്. are they profitable? അത് എനിക്ക് പ്രയോജനമുള്ളതാണോ? Or they bring edification? അത് എനിക്ക് ആത്മീക വർധന വരുത്തുന്നതാണോ? So people can live at two levels spiritually. ആളുകൾക്ക് ഈ തരത്തിലുള്ള രണ്ട് തരത്തിൽ ആത്മീകമായിട്ട് ജീവിക്കുവാനായിട്ട് കഴിയും. Living at the lower level where I don't have anything unlawful. ഒരു താണ ഇടമാണ്. ഞാൻ അധാർമികമായിട്ട് അല്ലെങ്കിൽ നിയമപരമല്ലാത്തതൊന്നും ഞാൻ ചെയ്യുന്നില്ല. Legally everything is correct. നിയമപരമായിട്ടൊക്കെ ശരിയാണ്. That is a very basic life. അത് വളരെ അടിസ്ഥാനപരമായ ഒരു ജീവിതമാണ്. Yeah, Paul doesn't want us to live in that level. അങ്ങനെയുള്ള ഒരു തരത്തിൽ നിലവാരത്തിൽ ജീവിക്കുവാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. Arguing, I'm not wrong. ഞാൻ തെറ്റല്ല എന്ന് പറഞ്ഞ് നാം വാഗ്വാദം ചെയ്യും. Tell me in what way it is wrong. എന്തുകൊണ്ടാണ്, ഞാൻ എവിടെയാ തെറ്റിയത്, നീ പറ. Sometimes young people ask such questions. ചിലപ്പോൾ ചെറുപ്പക്കാർ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. Very difficult to prove that it is wrong. അത് തെറ്റാണ് എന്ന് തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. It appears right. അത് ശരിയാണെന്ന് തോന്നിയേക്കാം. But we know the end, it is death. എന്നാൽ അതിന്റെ അവസാനം നമുക്കറിയാം, അതിന്റെ മുടിവ് അത് മരണമാണ്. It is a spirit. ആത്മാവാണ് പ്രധാനം. Godly people like John the Baptist, they are able to discern the spirit. ദൈവഭക്തരായ യോഹന്നാൻ സ്നാപകനെ പോലെ ആളുകൾക്ക് അതിന്റെ പുറകിലുള്ള ആത്മാവിനെ വിവേചിക്കുവാനായിട്ട് കഴിയും. So we may argue, what is wrong with me? എനിക്ക് എന്താണ് തെറ്റ് എന്ന് നാം ഒരുപക്ഷെ വാഗ്വാദം ചെയ്തേക്കാം. I am doing everything lawful. ഞാൻ എല്ലാം നിയമപരമായിട്ടാണ് It ചെയ്യുന്നത്. is correct. അത് ശരിയാണ്. It is right. അത് ശരിയാണ്. But the spirit is wrong. എന്നാൽ ആത്മാവ് തെറ്റാണ്. Yeah, there's pride in it. അതിന്റെ പുറകിൽ നിഗളമുണ്ട്. This man was so proud. ഈ മനുഷ്യൻ അവൻ വളരെ നിഗളിയായിരുന്നു. Recently I was looking at two words. ഞാൻ അടുത്തിടെ one word basically. ഞാൻ ഒരു വാക്യം ഞാൻ നോക്കുകയായിരുന്നു. ഒരു man. ഒരു വാക്ക് ഞാൻ ചിന്തിക്കുകയായിരുന്നു. മനുഷ്യൻ, man. The root word from the Latin root word from which this word man came is, ഈ മനുഷ്യൻ, man എന്ന ഈ പദം വന്ന അതിന്റെ മൂല പദം ഇങ്ങനെയാണ്. ഗ്രീക്ക് പദം ഇങ്ങനെ, ലാറ്റിൻ പദം ഇങ്ങനെയാണ്, humus. ഹ്യൂമസ് എന്ന് പറയുന്നതിൽ നിന്നാണ് ഈ മനുഷ്യൻ വന്നത്. From that we call human. അതിൽ നിന്നാണ് ഹ്യൂമൻ. Yeah. ഹ്യൂമസ് എന്നിൽ നിന്നാണ് ഹ്യൂമൻ എന്ന് വന്നത്. Yeah. You can also search. നിങ്ങൾക്ക് വേണമെങ്കിലും അത് നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കാം. Humus means soil. ഈ ഹ്യൂമസ് എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം മണ്ണ് എന്നാണ്. മണ്ണ്. We were from the soil. നാം മണ്ണിൽ നിന്നായിരുന്നു. Genesis chapter 3, you are dust and you will go to dust. You came from dust, you will go to dust. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം, നീ മണ്ണിൽ നിന്ന് വന്നു, നീ മണ്ണിലേക്ക് പോകും. Yeah. The word Adam is from the word Adama, that is, you are formed from the dust. ഈ ആദാം എന്ന് പറയുന്ന ആ വാക്കും അത് അഡമ എന്ന് പറയുന്ന ആ മൂലപദത്തിൽ നിന്നാണ്. നീ മണ്ണിലേക്ക് പോകും. Yeah. In Psalm 103, the word of God says, God remembers that we are dust. നാം പൊടി എന്ന് അവൻ ഓർക്കുന്നു എന്ന് സങ്കീർത്തനം 103 നാം വായിക്കും. Yeah. God remembers that. ദൈവം അത് ഓർക്കുന്നു. But we remember we are somebody. I am a IT man. എന്നാൽ നാം ഓർക്കുന്നത്, ഞാൻ വലിയ ആളാണ്, I'm a different man. I am not from soil. ഞാൻ മണ്ണിൽ നിന്നുമല്ല, ഞാൻ IT മാനാണ്, ഞാൻ വലിയ ആളാണ്. Might be I came from gold which is in the soil. ഒരു പക്ഷേ ഞാൻ മണ്ണിൽ നിന്നുമല്ല, ഞാൻ മണ്ണിലെ സ്വർണ്ണത്തിൽ നിന്ന് വന്നതാണ്. All of us are from this dust. നാം എല്ലാവരും ഈ മണ്ണിൽ നിന്ന് വന്നവരാണ്. So that itself should make us humble. അത് തന്നെ നമ്മെ താഴ്മയുള്ളവരാക്കണം. That's why in Jeremiah we read, can a clay, in Romans also we read, can a clay boast? റോമാലേഖനത്തിലും ജെരമ്യാവിലും ഒക്കെ നാം വായിക്കുന്നു, ഒരു കളിമണ്ണിന് പ്രശംസിക്കുവാനായിട്ട് കഴിയുമോ? Yeah, a potter is making lot of items. അവിടെ കുശവൻ പല ഉപകരണങ്ങൾ, പല പാത്രങ്ങൾ ഉണ്ടാക്കുകയാണ്. Will it question the creator? ആ കുശവനെ ഈ പാത്രം ചോദ്യം ചെയ്യുമോ? സൃഷ്ടാവിനെ ചോദ്യം ചെയ്യുമോ? Then it is not made of clay, it is not mud. അങ്ങനെ ചോദ്യം ചെയ്യുന്ന ഒരു പാത്രമാണെങ്കിൽ അത് മണ്ണുകൊണ്ടുണ്ടാക്കിയ പാത്രമല്ല. And the beauty is, the word humility also comes from this humus. അതിന്റെ മനോഹരത്വം എന്താണെന്ന് വെച്ചാൽ, ഈ ഹ്യൂമസ് എന്ന ആ പദത്തിൽ നിന്നാണ് താഴ്മ, ഹ്യൂമിലിറ്റി എന്ന പദവും വരുന്നത്. Yeah.
So the very fact that we are made from dust should make us humble. അതുകൊണ്ട് തന്നെ മണ്ണിൽ നിന്നാണ് നാം സൃഷ്ടിക്കപ്പെട്ടത് എന്ന കാര്യം തന്നെ നമ്മെ താഴ്മയുള്ളവരാക്കണം. Yeah, two things. രണ്ട് കാര്യങ്ങൾ. Yeah, we are made from the dust. നാം മണ്ണിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ടവരാണ്. A human being means humble beings. അപ്പോ ഒരു മനുഷ്യൻ, ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞാൽ അതിനോട് ചേർന്ന് തന്നെ നാം പറയണം താഴ്മയുള്ള മനുഷ്യൻ. But man has deviated from that stand. എന്നാൽ ആ അവസ്ഥയിൽ നിന്ന് മനുഷ്യൻ വ്യതിചലിച്ചിരിക്കുന്നു. He's questioning God. അവൻ ദൈവത്തെ ചോദ്യം ചെയ്യുകയാണ്. Questioning people. ആളുകളെ ചോദ്യം ചെയ്യുകയാണ്. Do you know who I am? ഞാൻ ആരാണെന്ന് നിനക്ക് അറിയാമോ? Do you know who is my background? What is my background? എന്റെ ബാക്ക്ഗ്രൗണ്ട്, എന്റെ പശ്ചാത്തലം നിനക്ക് അറിയാമോ? We have so many tall claims. നമുക്ക് വളരെ ഉയർന്ന പലതരത്തിലുള്ള ഇങ്ങനെയുള്ള അവകാശവാദങ്ങളാണുള്ളത്. Okay, if you see what is the root word for human beings in Greek. ഗ്രീക്കിൽ ഈ ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യർ എന്ന് പറയുന്ന അതിന്റെ മൂലപദം എന്താണെന്ന് നോക്കിയാൽ Anthropos. അത് ആന്ത്രോപോസ് എന്നാണ്. ആന്ത്രോപോസ്. Anthropos means one who looks up. ആന്ത്രോപോസ് എന്ന് പറയുന്നതിന്റെ അർത്ഥം മുകളിലേക്ക് നോക്കുന്നവൻ എന്നാണ്. One who looks up. അവൻ മുകളിലേക്ക് നോക്കുന്നവനാണ്. See how God has given this name. ദൈവം എങ്ങനെയാണ് ഈ പേരുകളൊക്കെ തന്നതെന്ന് നോക്കുക. God created so many animals. ദൈവം ഒത്തിരി മൃഗങ്ങളെ സൃഷ്ടിച്ചു. They were all looking down. അവരെല്ലാം ഇങ്ങനെ താഴോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. Looking the dust. മണ്ണിനെ നോക്കിക്കൊണ്ടിരിക്കുക. Looking the earth. ആ ഭൂമിയെ നോക്കിക്കൊണ്ടിരിക്കുക. Earthly things. ലോക കാര്യങ്ങൾ നോക്കിക്കൊണ്ട്, Worldly things. ലോകത്തിലുള്ള കാര്യങ്ങൾ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. And God made man and named him. He is supposed to look up. അതിനെ തുടർന്ന് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് പറയുന്നു, നീ മുകളിലേക്ക് നോക്കണം. Why we should look up? എന്തിനാണ് നാം മുകളിലേക്ക് നോക്കേണ്ടത്? Because he breathed his nostril into us. കാരണം അവൻ തന്റെ ജീവശ്വാസം, തന്റെ ശ്വാസം അവൻ നമ്മിൽ ഊതി. Something from heaven is in us. സ്വർഗീയമായ ഒന്ന് നമ്മുടെ ഹൃദയത്തിലുണ്ട്, നമ്മിലുണ്ട്. That drives us to look up. അതാണ് നമ്മെ ഉയരത്തിലേക്ക് നോക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. I think when we were in Karunya, somebody came and taught us song. ഞങ്ങള് കാരുണ്യയിലായിരുന്നപ്പോൾ ഒരാൾ വന്ന് ഞങ്ങളെ ഒരു പാട്ട് പഠിപ്പിച്ചു. Even now I remember that song. ഞാൻ ഇപ്പോഴും ആ പാട്ട് ഓർക്കുന്നു. Look up, cheer up. ലുക്ക് അപ്പ്, മുകളിലേക്ക് നോക്കുക. That's the only way. Cheer up, സന്തോഷിക്കുക. അത് മാത്രമാണ് ഏക വഴി. Yeah. Are we looking up to God? നിങ്ങൾ ഉയരത്തിലേക്ക്, ദൈവത്തിലേക്ക് നോക്കുന്നുണ്ടോ? Lord, you have made me to look up. ദൈവമേ, അങ്ങ് എന്നെ ഉണ്ടാക്കിയത് അങ്ങിലേക്ക്, മുകളിലേക്ക്, അങ്ങയെ നോക്കുവാനാണ്. When you have some problem, നിങ്ങൾക്കൊരു പ്രശ്നം you ഉണ്ടാകും, have some difficulty, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും, when you have good times, നല്ല സമയങ്ങൾ ഉണ്ടാവും, when you are blessed, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ are you looking up? നിങ്ങൾ മുകളിലേക്ക് നോക്കുന്നുണ്ടോ? Lord, I am nothing, Lord. ദൈവമേ, ഞാൻ ആരുമല്ല, ഒന്നുമില്ല. I look up to you, Lord. ഞാൻ അങ്ങയിലേക്ക് നോക്കുന്നു You കർത്താവേ. are worthy of everything. എല്ലാറ്റിന്റെയും മഹത്വത്തിന് യോഗ്യൻ അങ്ങ് മാത്രമാണ്. That's why all animals cannot do, but man can worship God. അതുകൊണ്ടാണ് മനുഷ്യർക്ക്, മൃഗങ്ങൾക്കൊന്നും ചെയ്യാത്ത കാര്യം ദൈവത്തെ ആരാധിക്കുവാൻ മനുഷ്യന് കഴിയും. God wants us to worship. എന്തുകൊണ്ടാണ് നാം ദൈവത്തെ ആരാധിക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നത്? Him. അത് ദൈവത്തെ Lord, you are everything, oh Father. ദൈവമേ, അങ്ങ് എല്ലാമാണ്, എല്ലാമാണ്. You are the source of life, Lord. അങ്ങ് ജീവന്റെ ഉറവിടമാണ്. You are the source of everything, Lord. എല്ലാറ്റിന്റെയും ഉറവിടം അങ്ങാണ്. So these two names. ഈ രണ്ട് പേരുകൾ. Yeah. One name, one word, two root words. ഒരു വാക്ക്, അതിന് രണ്ട് മൂലപദങ്ങൾ are sufficient അത് മാത്രം മതി to make us humble. നമ്മെ താഴ്മയിൽ സൂക്ഷിക്കുവാൻ. But Herod, he was a king. എന്നാൽ ഹെരോദാവ്, അവൻ രാജാവാണ്. He was on a throne. അവൻ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. Yeah, and he doesn't care about God. ദൈവത്തെ കുറിച്ചൊന്നും തനിക്ക് യാതൊരു ചിന്തയുമില്ല. Doesn't care about God's people. ദൈവ മനുഷ്യനെയും അവന് യാതൊരു അവൻ കരുതുന്നില്ല. Yeah, he was having somebody unlawful. അവൻ തന്റെ ജീവിതത്തിലേക്ക് ഒരു നിയമപരമല്ലാത്ത ഒരു കാര്യത്തിൽ അവൻ ഇടപെടുകയാണ്. In Tamil, there's a word nyayamallamal. വൈത്തിരിക്കുന്നത് ന്യായമല്ല. It is not fair. തമിഴിൽ അങ്ങനെയുണ്ട്, നീ അത് ചെയ്യുന്നത് ശരിയല്ല, അത് ന്യായമല്ല. It is not fair to have somebody else's wife. It was Philip's wife he was having. ഫിലിപ്പിന്റെ ഭാര്യയെ നീ ഇങ്ങനെ വെക്കുന്നത് വിഹിതമല്ല, അത് ശരിയല്ല, ന്യായമല്ല. My dear young people, പ്രിയ ചെറുപ്പക്കാരെ, do you have something which is unlawful? നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇപ്രകാരം വിഹിതമല്ലാത്തത്, ശരിയല്ലാത്ത കാര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? You are unwilling to share your mobile with your parents. നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങളുടെ മാതാപിതാക്കളെ കാണിക്കുവാൻ, അവർക്ക് ആ മൊബൈൽ നോക്കുവാൻ നിങ്ങൾ അനുവാദം കൊടുക്കുന്നുണ്ടോ? അത് നിങ്ങൾക്ക് അതിന് വിസമ്മതമാണോ? Because you have unlawful things in your mobile. നിങ്ങളുടെ മൊബൈലിൽ അപ്രകാരം
ന്യായമല്ലാത്ത വിഹിതമല്ലാത്ത കാര്യം ഉള്ളതുകൊണ്ട് ആ ഫോൺ നിങ്ങൾക്ക് മാതാപിതാക്കളെ കൊടുക്കുവാൻ നിങ്ങൾക്ക് വിസമ്മതിക്കുന്നു. Yeah, we read in Romans chapter 1. റോമാലേഖനം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. It talks about the sin. അവിടെ ഒരു പാപത്തെ കുറിച്ച് വായിക്കുന്നു. The people exchanged God with the images. അവിടെ ദൈവത്തെ മറ്റ് രൂപങ്ങൾ ഉണ്ടാക്കി എന്ന് നാം വായിക്കുന്നുണ്ട്. Yeah. So instead of thinking about God, ദൈവത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം you are thinking about some images. നിങ്ങൾ മറ്റ് ചില ചിത്രങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നു. Obscene images. നിങ്ങൾ തെറ്റായ അശ്ലീലപരമായ ചിത്രങ്ങൾ Images which give you temporary pleasure. നിങ്ങൾക്ക് നൈമിഷികമായ സുഖങ്ങൾ പകരുന്ന ചിത്രങ്ങൾ നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്നു കാണുവാൻ. Porn pictures. അശ്ലീല ചിത്രങ്ങൾ, Both boys and girls. ആൺകുട്ടികളും പെൺകുട്ടികളും. Yeah, we should be far from it. അതിൽ നിന്ന് നാം വളരെ മാറിയിരിക്കണം. An idle man's mind is devil's workshop. ഒരു വെറുതെ ഇരിക്കുന്നവന്റെ ഹൃദയം പിശാചിന്റെ പണിപ്പുരയാണ്. So now അലസന്റെ devil comes to the church പിശാച് വന്ന് സഭയിലേക്ക് വരും. and he searches the mind. He's not looking at the face. നമ്മുടെ മുഖത്തെ ഒന്നുമല്ല പിശാച് നോക്കുന്നത്, നമ്മുടെ മനസ്സിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. And first brother, something is going on. He is meditating God's word. ഒരു സഹോദരനെ നോക്കുന്നു, അവന്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്, അവൻ ദൈവവചനം അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. This girl, she is thinking about somebody who is suffering and she has sympathy for them. മറ്റേതോ ഒരു ബുദ്ധിമുട്ടുന്ന വ്യക്തിയെ കുറിച്ച് ആ പെൺകുട്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ കുറിച്ച് അലിവുള്ള ഒരു ഹൃദയം അവൾക്കുണ്ട്. How can I help this person? എങ്ങനെയാണ് ആ വ്യക്തിയെ സഹായിക്കുക? Yeah, so many things which are lawful. അതെല്ലാം നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ. And some people, the mind is blank. എന്നാൽ ചിലരുടെ മനസ്സ് അത് ശൂന്യമാണ്, Idle. അത് ശൂന്യമായിരിക്കും. Why it is idle? എന്തുകൊണ്ടാണ് അതങ്ങനെ ശൂന്യമായിരിക്കും? They have not taken the word of God inside. അവര് ദൈവവചനം ഉള്ളിലേക്ക് എടുത്തിട്ടില്ല. So when there is no word of God, the mind is blank. ദൈവവചനം മനസ്സിലില്ലെങ്കിൽ മനസ്സ് ശൂന്യമാണ്. Yeah, mind is empty. അത് ശൂന്യമാണ്. Then devil sees, this is a fertile field for me to work. അപ്പോ പിശാച് ചിന്തിക്കും, നല്ല ഒരു സ്ഥലം, എനിക്ക് പണിയാൻ പറ്റിയ ഒരു പണിപ്പുര. Yeah. When you want to invest financially, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് എവിടെയെങ്കിലും നിങ്ങൾ നിക്ഷേപിക്കണം എന്നുണ്ടെങ്കിൽ people say don't put in one basket, have 6 baskets. അവർ പറയും, നിങ്ങൾ ഒരു ബാസ്ക്കറ്റിൽ ഇടരുത്, 6 ബാസ്ക്കറ്റ്, പല സ്ഥലങ്ങളിൽ നിങ്ങളുടെ നിക്ഷേപം ചിതറിച്ച് വേണം നിങ്ങൾ ഇടാനായിട്ട്. Mutual fund, post office, bank, this or that. മ്യൂച്വൽ ഫണ്ട്, പോസ്റ്റ് ഓഫീസ്, ബാങ്ക്, അവിടെ ഇവിടെയും പല സ്ഥലങ്ങളിൽ വേണം നിങ്ങൾ നിക്ഷേപിക്കാൻ. So devil also comes with many baskets to put something in the idle mind. അപ്പൊ ഇങ്ങനെ ശൂന്യമായിരിക്കുന്ന മനസ്സിനോട് പല കൊട്ടകളുമായിട്ട് പിശാച് വരും. അവിടെയൊക്കെ നിനക്ക് നിക്ഷേപിക്കാം. That is his investment. അത് പിശാചിന്റെ നിക്ഷേപമാണ്. And he wants quick returns. ആ പിശാചിന് വളരെ പെട്ടെന്ന് അതിനുള്ള ഫലവും കിട്ടണം. So very, very effective seeds he sows. അതുകൊണ്ട് ഇങ്ങനെ വളരെ പെട്ടെന്ന് വളരുന്ന വിത്തുകളാണ് പിശാച് തെരഞ്ഞെടുത്തിരിക്കുന്നത്. Some seeds come from Korea. ചില വിത്തുകൾ കൊറിയയിൽ നിന്നാണ് വരുന്നത്. Comes in the form of app. അതൊരു കൊറിയയിൽ നിന്ന് വരുന്ന ഒരു ആപ്പാണ്, ആപ്പ് പോലെയാണ് വരുന്നത്. Yeah, I was really shocked to hear some of the things. I don't know about it. എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല, പക്ഷെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെ കുറിച്ച് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. Young people are addicted to apps which tells them how to find a girlfriend, how to find a boyfriend when they are very young. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആയിരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ഗേൾ ഫ്രണ്ടിനെ, ബോയ് ഫ്രണ്ടിനെ, ഒരു പെൺ സുഹൃത്തിനെ, ആൺ സുഹൃത്തിനെ കണ്ടെത്തുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ള ആപ്പുകളൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ അത് തോണ്ടിക്കൊണ്ടിരിക്കും. Give me as a warning not for you to go and search and find those apps. ഞാനിതൊരു മുന്നറിയിപ്പ് പോലെയാണ് നിങ്ങളോട് പറഞ്ഞത്. ഇനിയും അത് പോയി തെരഞ്ഞു കണ്ടുപിടിക്കാൻ വേണ്ടിയല്ല. Somebody may be tempted. ചിലർക്ക് ഒരു പ്രലോഭനം ഉണ്ടായേക്കാം. And there were 3 girls in one family. ഒരു കുടുംബത്തിലുണ്ടായിരുന്ന 3 പെൺകുട്ടികൾ. And they were addicted to these apps. ഇങ്ങനെയുള്ള ഈ ആപ്പുകളിൽ അഡിക്റ്റഡ് ആയ 3 whatever the പെൺകുട്ടികൾ. information comes, they will practice. അവിടെ കിട്ടുന്ന ഈ ആപ്പിൽ കാണുന്നതെല്ലാം അത് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തുടങ്ങി. One instruction is you have Korean name only, don't have Indian names. അതിലെ ഒരു നിർദ്ദേശം എങ്ങനെയായിരുന്നു, നിങ്ങൾക്ക് ഇന്ത്യൻ പേര് പാടില്ല, കൊറിയൻ പേരുകൾ മാത്രമേ പാടുള്ളൂ. So they changed their names. അവര് പേര് മാറ്റി. The 3 girls are so united. ആ 3 പെൺകുട്ടികളും ഒത്തിരി ഒരുമയോടെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. Call each other with Korean names. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊറിയൻ പേരുകളാണ് വിളിക്കുന്നത്. Like that, step by step. An investment devil is making. അങ്ങനെ പിശാചിന്റെ ആ നിക്ഷേപം ആ പെൺകുട്ടികളുടെ മനസ്സിൽ വളർന്നുകൊണ്ടിരുന്നു. Maybe in some department in hell he has got shortage of people.
in hell. സോ അവന് നരകത്തില് ആളുകളുടെ കുറവുണ്ടായിരിക്കും. Maybe most of the people are retired people or senior people, senior citizens. നരകത്തിൽ ഒത്തിരി ഉള്ള ആൾക്കാരൊക്കെ റിട്ടയർഡും സീനിയർ സിറ്റിസൻസും ഒക്കെ ആയിരിക്കും. ഒരു ചെറുപ്പക്കാരെ വേണം ഇപ്പൊ. He wanted young people, അപ്പൊ ചെറുപ്പക്കാര് വേണം. teenage people. അവിടെ അങ്ങനെയുള്ള കൗമാരക്കാരെ വേണം. So he caught hold of these three people. അപ്പൊ ഈ 3 പെൺകുട്ടികളെ അവൻ പിടിച്ചു. Investment, seed, idle mind. അവിടെ അവരുടെ ശൂന്യമായ മനസ്സിൽ അവൻ വിത്ത് ആപ്പുകൾ വിതയ്ക്കാൻ തുടങ്ങി. And you know what happened? എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? The 3 girls went up 13th or 14th floor, jumped and committed suicide. ആ 3 പെൺകുട്ടികൾ 13ാമത്തെയോ 14ാമത്തെ നിലയിൽ ഒരു ബിൽഡിങ്ങിൽ പോയി അവിടെ നിന്ന് താഴെ ചാടി ആത്മഹത്യ ചെയ്തു. Because that app advertised suicide is the best option. ആ ആപ്പ് പറഞ്ഞു, ആ ആപ്പിന്റെ സ്വാധീനം അങ്ങനെ തുടർമാനമായിട്ടുണ്ടായി. അവസാനം ആപ്പ് പറഞ്ഞു, Living in India is waste. Come to Korea or commit suicide. നിങ്ങൾ ഒന്നുകിൽ കൊറിയയിൽ വരണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്നത് അത് വ്യർത്ഥമാണ്, അല്ലെങ്കിൽ നിങ്ങൾ സൂയിസൈഡ് ചെയ്യുക. Because of the devil's influence, they lost clarity. They thought they are going to Korea. പിശാചിന്റെ സ്വാധീനം മൂലം അവർക്ക് കാഴ്ച നഷ്ടപ്പെട്ടു, വ്യക്തത നഷ്ടപ്പെട്ടു. അവര് കൊറിയയിലേക്കാ പോകുന്നത് ചിന്തിച്ചു, പക്ഷെ താഴെ വീണ് മരിച്ചുപോയി. In our own place, one grandmother was telling, when I went there, my granddaughter was standing on the roof. ഞങ്ങളുടെ സ്ഥലത്ത് ഒരു വല്യമ്മ പറയുന്നു, ഞാൻ പോയി നോക്കിയപ്പോ ഉണ്ട് എന്റെ പേരക്കുട്ടി, ആ കൊച്ചുമകൾ അവിടെ വീടിന്റെ ടെറസിന്റെ മുകളിൽ നിൽക്കുന്നു. 9th standard. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന. Why are you standing there? എന്തിനാ നീ അവിടെ നിൽക്കുന്നേ? I want to commit suicide. എനിക്ക് ആത്മഹത്യ ചെയ്യണം. She shaved all her hairs. അവളുടെ മുടിയൊക്കെ എല്ലാം വടിച്ചു. Because she wants to look like a Korean girl. കാരണം കൊറിയൻ പെൺകുട്ടിയെ പോലെ ഇപ്പം അവൾ കാണപ്പെടണം. She forces her dad, leave me in Korea. I want to go to Korea. അപ്പനെ നിർബന്ധിക്കുകയാണ്, എനിക്ക് കൊറിയയിൽ പോകണം, എന്നെ കൊറിയ. What all the ways the devil is deceiving people. എങ്ങനെയൊക്കെയാണ് പിശാച് ആളുകളെ വഞ്ചിക്കുന്നത്. That is the investment. അത് പിശാചിന്റെ നിക്ഷേപമാണ്. Where he will invest? എവിടെയാണ് അവൻ ഈ നിക്ഷേപങ്ങളൊക്കെ കൊടുക്കുക? Idle mind is the best place for him to invest. ഈ പിശാച് നിക്ഷേപിക്കാനായിട്ട് ഏറ്റവും പറ്റിയ സ്ഥലം ഇങ്ങനെ ശൂന്യമായിരിക്കുന്ന മനസ്സുകൾ. That's why the word of God says, meditate on the word of God. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, നിങ്ങൾ ദൈവവചനത്തെ ധ്യാനിക്കുക. Hear the word of God. ദൈവവചനം കേൾക്കുക. Yeah, when you are at home, read the word of God. നിങ്ങൾ വീട്ടിലുള്ളപ്പോൾ ദൈവവചനം വായിക്കുക. Reading is not sufficient. Meditate the word of God so that your mind is saturated with the word of God. നിങ്ങൾ വായിക്കുക മാത്രം പോരാ, നിങ്ങൾ ആ ദൈവവചനം ധ്യാനിക്കുക. നിങ്ങളുടെ മനസ്സ് ദൈവവചനം കൊണ്ട് നിറയട്ടെ. Romans 12:2 says, do not be fashioned according to this world, but be renewed in your mind by the word of God. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ നിങ്ങളുടെ മനസ്സ് പുതുക്കപ്പെടട്ടെ, ദൈവവചനത്താൽ പുതുക്കപ്പെടട്ടെ എന്ന് റോമലേഖനം 12:2 വാക്യം. So that you will know what is the good, perfect, acceptable and perfect will of God. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്ന് തിരിച്ചറിയേണ്ടതിന് നിങ്ങൾ അപ്രകാരം ചെയ്യുവാനായിട്ട് ദൈവവചനം പറയും. What is God's purpose for your life? നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? That is knowing the will of God. അത് ദൈവത്തിന്റെ ഹിതം അറിയുക എന്നുള്ളതാണ്. Lord, what shall I do for you, Lord? ദൈവമേ, ഞാൻ അങ്ങേക്ക് വേണ്ടി എന്ത് ചെയ്യും? Work in me, Lord. എന്നിൽ പ്രവർത്തിക്കണമേ What should കർത്താവേ. I hate in my life, Lord? എന്റെ ജീവിതത്തിൽ ഞാൻ വെറുക്കേണ്ട കാര്യം I should എന്താണ്? be transformed, Lord. എവിടെയാണ് ഞാൻ രൂപാന്തരപ്പെടേണ്ടത്? So Herod was sitting on the throne. ആ ഹെരോദാവ് സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. Unlawful things he was having. Unlawful person he was having. അവന്റെ ജീവിതത്തിൽ ന്യായമല്ലാത്ത കാര്യങ്ങൾ, ന്യായമല്ലാത്ത വ്യക്തി അവന്റെ ജീവിതത്തിലേക്ക് അവൻ കൊണ്ടുപോയി. My dear young children, എന്റെ ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങളെ, my dear young boys and girls, പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ ചെറുപ്പക്കാരായ പെൺകുട്ടികളെ, ആൺകുട്ടികളെ, do you have any unlawful contact with you? നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമല്ലാത്ത ഏതെങ്കിലും കോണ്ടാക്ട് നിങ്ങൾക്കുണ്ടോ? We were in Ottanjatram for some years. ഞങ്ങൾ ഒട്ടഞ്ചിത്രം എന്ന സ്ഥലത്ത് ചില വർഷങ്ങൾ ഉണ്ടായിരുന്നു. And one boy testified. അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഇപ്രകാരം സാക്ഷ്യം പറഞ്ഞു. Studying the degree college in Chennai. അവിടെ ചെന്നൈയിൽ ഡിഗ്രി കോളേജിൽ പഠിക്കുന്നവനാണ്. And suddenly the parents got a phone call. Immediately you come and meet the principal. അപ്പോ അവിടെ നിന്ന് മാതാപിതാക്കളേക്ക് ഫോൺ കോൾ വന്നു, ഉടനെ വന്ന് പ്രിൻസിപ്പലിനെ കാണുക. And parents were shocked. My son was good son, seeking God and praying. What happened? Something wrong. എന്റെ മകൻ അവൻ നന്നായിട്ട് പഠിക്കുന്നവനും പ്രാർത്ഥിക്കുന്നവനും ഒക്കെ ആയിരുന്നല്ലോ, എന്ത് പറ്റി എന്നോർത്ത് മാതാപിതാക്കൾ അത്ഭുതപ്പെട്ടു. So they went to the college. അവര് കോളേജിൽ ചെന്നു. They had to wait for hours together. അവിടെ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വന്നു. Asking their son, hey, what did you do? What did you do? Please tell me. Did you copy in the exam or did you do something bad? മോനെ, നീ എന്താ ചെയ്തത്? നീ പരീക്ഷയിൽ കോപ്പി അടിച്ചോ? നീ വേറെ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? എന്താ? ഒരു മണിക്കൂറുകൾ ഇവിടെ കാത്തിരുന്ന് ചോദിച്ചു. Poor boy, he said, Daddy, you know my life.
അപ്പൊ അവൻ പറഞ്ഞു, Mommy, you know my life. ഡാഡി, മമ്മി, നിങ്ങൾക്ക് എന്റെ ജീവിതം അറിയില്ലേ? I don't remember I have done anything wrong. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തെന്ന് എനിക്ക് ഓർമ്മയില്ല. Then they were called into the principal's room. അവരെ തുടർന്ന് അവരെ പ്രിൻസിപ്പൽ അദ്ദേഹത്തിന്റെ റൂമിലേക്ക് വിളിച്ചു. And they said, we got a complaint. അവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു കംപ്ലൈന്റ് ലഭിച്ചിരിക്കുന്നു. That you are after another girl and you are following her and she is in fear. ഈ മകൻ മറ്റൊരു പെൺകുട്ടിയെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു, സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ പെൺകുട്ടി പേടിയിലാണ്, ഭയത്തിലാണ്. He said, no, not at all. I never move like in that way. അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. Then principal had to call the concerned staff member. പ്രിൻസിപ്പൽ സ്റ്റാഫിനെ വിളിച്ചു. And they started inquiring, trying to get more details. അവര് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് അവര് അന്വേഷണം തുടങ്ങി. Then finally they got the girl also. അവര് ആ പെൺകുട്ടിയെയും കണ്ടെത്തി. And asked what happened. എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. The girl was telling. ഈ പെൺകുട്ടി പറയുകയാണ്, one of my relatives was following me. എന്റെ ഒരു ബന്ധു എന്നെ ഇപ്രകാരം പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. And it was a problem for me. അതെനിക്കൊരു വലിയ പ്രശ്നമായിരുന്നു. I complained and nobody took steps. ഞാൻ പരാതിപ്പെട്ടു, ആരും അതിന് ഒരു പരിഹാരം കൊണ്ടുവന്നില്ല. Come to the college campus also and trouble me. അവൻ കോളേജ് ക്യാമ്പസിലും വന്ന് എന്നെ ശല്യപ്പെടുത്തുമായിരുന്നു. Constantly harassing me. എന്നെ തുടർമാനമായിട്ട് ഇപ്രകാരം ശല്യം ചെയ്തു. So in order to escape from that, അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് I told him, ഞാൻ അവനോട് പറഞ്ഞു, I am already in love with a boy. ഞാന് മറ്റൊരു ആൺകുട്ടിയുമായിട്ട് പ്രേമത്തിലാണ്. Who is that boy? Who is that boy? അപ്പൊ ചോദിച്ചു, ആരാണ് ആ പയ്യൻ, ആരാണ് ആ പയ്യൻ? When they were talking, this boy was going. അപ്പൊ അവര് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഈ പയ്യൻ അതിലൂടെ നടക്കുകയാണ്. Said, this is the boy. അവള് പറഞ്ഞു, ഇതാ പയ്യൻ. And then he inquired with other boys. He got his name and then sent a complaint that this girl was harassed by this boy. അപ്പൊ എന്നിട്ട് അത് മനസ്സിലാക്കിയിട്ട് അവന് ഈ പയ്യന്റെ പേരും പറഞ്ഞ് ഒരു കംപ്ലൈന്റ് അയച്ചിരിക്കുകയാണ്. And the girl wept and said, no way he harassed me. He is innocent. അപ്പൊ ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇവൻ എന്നെ ഒന്നും ശല്യം ചെയ്തിട്ടില്ല, അവൻ ഇന്നസെന്റ് ആണ്. Yeah. In his class, അവന്റെ ക്ലാസ്സിൽ തന്നെയുള്ള the teacher asked. അപ്പൊ ക്ലാസ്സിൽ ടീച്ചർ ചോദിച്ചു, The professor asked. പ്രൊഫസർ ചോദിച്ചു, how many of you will keep your mobile on this table, removing your password? നിങ്ങളുടെ പാസ്വേഡ് മാറ്റിയിട്ട് ഈ ടേബിളിൽ നിങ്ങളുടെ എത്ര പേരുടെ ഫോൺ നിങ്ങൾ കൊണ്ടുവയ്ക്കും എന്ന് ചോദിച്ചു. They were all blinking, seeing. അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരുന്നു. But very quickly one boy came and kept his phone. പെട്ടെന്ന് ഒരു പയ്യൻ വന്ന് അവന്റെ ഫോൺ അവിടെ വെച്ചു. And he said, madam, അവൻ പറഞ്ഞു, മാഡം, it is free from any lock. ഈ ഫോണിന് ലോക്ക് ഒന്നുമില്ല, No password. അതിന് പാസ്വേഡ് ഇല്ല. You can search anything. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നോക്കാം. What all pictures I have saved. ഞാൻ എന്തൊക്കെ ചിത്രങ്ങൾ അതിനകത്തുണ്ട്. All contacts I have. എനിക്ക് എത്ര കോണ്ടാക്റ്റുകൾ ഉണ്ട്. It's open. അത് തുറന്ന പുസ്തകമാണ്. The whole class was looking at him. എല്ലാ ക്ലാസ്സിലുള്ള എല്ലാവരും അവനെ നോക്കി. Yeah, this is the same boy. ആ പയ്യൻ തന്നെയാണ്. What a testimony it is. അത് എന്ത് വലിയൊരു സാക്ഷ്യമാണ്. Yeah, whenever other children remove the password, lock and see something, they will remember this boy. അവര് ഈ രീതിയിൽ തങ്ങളുടെ ഫോണൊക്കെ ലോക്ക് ചെയ്ത് എന്തെങ്കിലും ഒളിപ്പിക്കുമ്പോൾ, അവര് മറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരനെ ഓർക്കും. I remember a verse from 2 Corinthians. 2 കൊരിന്ത്യരിൽ നിന്ന് ഞാനൊരു വാക്യം ഞാൻ ഓർക്കുന്നു. 2 Corinthians chapter 4 2 കൊരിന്ത്യർ 4-ാം അധ്യായം and verse 2. 2-ാമത്തെ വാക്യം, ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. We commend ourselves to everyone's conscience in the sight of God. ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. I'm sure this boy, many people's conscience gets light. ഈ ചെറുപ്പക്കാരനോട് അനേകരുടെ മനസാക്ഷിക്ക് വെളിച്ചം ലഭിക്കും. Or the wrong things they do are exposed. അവർ ചെയ്യുന്ന തെറ്റുകളൊക്കെ അത് പുറത്തു വരികയാണ്. Yeah. So we should be a blessing like that. അങ്ങനെയുള്ള ഒരു അനുഗ്രഹമായിരിക്കണം നാം. Young girls and young boys studying in the school and college, you can be a mighty witness like that. അങ്ങനെയുള്ള ഒരു സാക്ഷ്യമായിട്ട് സ്കൂളിലും കോളേജിലും പഠിക്കുന്ന ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങൾക്ക് ആയിത്തീരാൻ കഴിയും. Where your behavior, your character, your testimony is exposing other people's conscience. നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ സാക്ഷ്യം അത് മറ്റുള്ളവരുടെ മനസാക്ഷിക്ക് അത് ബോധ്യമാക്കുന്ന ഒരു പ്രവൃത്തിയായിരിക്കും. It is part of the work of God.
അത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയുടെ They will ഭാഗമാണ്. get convicted somewhere and they will turn to God. അവര് ഏതെങ്കിലും ഒരു അവസരത്തിൽ അവർക്ക് ഉണർത്തപ്പെടുകയും ദൈവത്തിങ്കിലേക്ക് തിരിയുകയും ചെയ്യും. Yeah. So John was telling Herod. അതുകൊണ്ട് യോഹന്നാൻ ഹെരോദാവിനോട് പറഞ്ഞു, First thing, he was having somebody unlawful with him. ഒന്നാമതായിട്ട് അവന്റെ ജീവിതത്തിൽ നിയമപരമല്ലാത്ത ഒരു വ്യക്തി ഉണ്ടായിരുന്നു. What's the testimony of Jesus? യേശുവിന്റെ സാക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? I think we read in John chapter 13. യോഹന്നാൻ 13-ാം അധ്യായം. No, 14. John chapter 14 യോഹന്നാൻ 14-ാം അധ്യായം and verse 30. 30-ാമത്തെ വാക്യം. John chapter 14 and verse 30. 30-ാമത്തെ വാക്യം. ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല, ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എന്നോട് ഒരു കാര്യവും ഇല്ല. Jesus said, my mind does not have any place for the devil to put his thought. എന്റെ മനസ്സിൽ പിശാചിന് ഈ ഒരു വിത്ത് വിതയ്ക്കുവാനായിട്ട് ഒരു ഇടവും അവനില്ല. Devil tried a lot when he came from the fasting from the mountain, from the desert. അവൻ ആ രീതിയിൽ മരുഭൂമിയിൽ നിന്ന് അവൻ ഉപവസിച്ച് പുറത്തു വന്നപ്പോൾ അവനെ പരീക്ഷിക്കുവാനായിട്ട് പിശാച് വളരെയധികം ശ്രമിച്ചു. Trying to tempt Jesus. അവൻ യേശുവിനെ പരീക്ഷിക്കുവാനായിട്ട് ശ്രമിച്ചു. By trying to put thoughts of pride. അവൻ നിഗളത്തിന്റെ ചിന്തകൾ അവന്റെ മനസ്സിലേക്ക് വിതയ്ക്കുവാൻ ശ്രമിച്ചു. But Jesus refused. എന്നാൽ യേശു അതിനെ തിരസ്കരിച്ചു. He says, the prince of this world is coming and I do not have anything. ഇപ്പോൾ പറയുന്നു, ആ ലോകത്തിന്റെ പ്രഭു വരുന്നു, He has nothing in me. അവന് എന്നോട് ഒരു കാര്യവുമില്ല. We should be able to say, നമുക്കും അപ്രകാരം പറയുവാനായിട്ട് the കഴിയും. devil is coming. പിശാച് വരുന്നു. He is searching one after the other. അവൻ വന്ന് ഓരോരുത്തരെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. My mind is not blank. എന്റെ മനസ്സ് ശൂന്യമായി കിടക്കുകയല്ല. It is filled with the thoughts of God. അത് ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകൾ It നിറഞ്ഞിരിക്കുന്നു. is filled with the good thoughts. അത് നല്ല ചിന്തകൾ നിറഞ്ഞിരിക്കുന്നു. Thoughts about others. മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തകൾ. Not proud thoughts. അത് നിഗള ചിന്തകളല്ല. Not lustful thoughts. അത് മോഹചിന്തകളല്ല. Lustful thoughts will enter. മോഹത്തിന്റെ ചിന്തകൾ ഉള്ളിലേക്ക് But I fight. എന്നാൽ ഞാൻ അതിനെ പോരാടും. I judge myself. ഞാൻ എന്നെ തന്നെ വിധിക്കും. I get convicted. എനിക്ക് ബോധ്യം വരും. That is the Christian life. അതാണ് ക്രിസ്തീയ ജീവിതം. That is the battle. അതാണ് ഒരു യുദ്ധം. Young people, are you fighting this battle? പ്രിയ ചെറുപ്പക്കാരെ, നിങ്ങൾ ഈ യുദ്ധം പോരാടുന്നവരാണോ? Lord, I don't want any seed of the devil to be thrown into my mind, Lord. ദൈവമേ, പിശാചിന്റെ ഒരു വിത്തും എന്റെ മനസ്സിലേക്ക് നിക്ഷേപിക്കുവാനായിട്ട് The moment I അനുവദിക്കും. find and identify that some seed is sown from this world or devil, I will cleanse it, Lord. ഈ ലോകത്തിൽ നിന്നോ പിശാച് ഏതെങ്കിലും വിധത്തിൽ എന്റെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഏതെങ്കിലും വിത്തിനെ ഞാൻ ഉടനെ അതിനെ എടുത്തു കളയും, ശുദ്ധീകരിക്കും. Yeah. And John the Baptist told King Herod. തുടർന്ന് യോഹന്നാൻ സ്നാപകൻ ഹെരോദാവിനോട് പറയുന്നു, Yeah, we should be thankful for God's people who say to us that something is wrong in us. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് നമ്മെ ചൂണ്ടിക്കാണിക്കുന്ന ദൈവഭക്തരായ മനുഷ്യരോട് നാം നന്ദിയുള്ളവരായിരിക്കും. But what did Herod do? എന്നാൽ ഹെരോദാവ് എന്താണ് ചെയ്തത്? Just because John is telling the truth, he wanted to do away with him. യോഹന്നാൻ സത്യം സംസാരിച്ചതുകൊണ്ട് യോഹന്നാനെ കൊല്ലുവാനാണ് ഹെരോദാവ് ശ്രമിച്ചത്. Yeah, so he put him in prison. അവനെ കാരാഗൃഹത്തിൽ അടച്ചു. When he put him in prison, what happens? അവനെ കാരാഗൃഹത്തിൽ അടച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? He wanted to press the calling bell to come and meet Herod. അവന് കോളിംഗ് ബെൽ അടിച്ച് ഹെരോദാവിനെ കാണുവാനായിട്ട് Now ആഗ്രഹിച്ചില്ല. Otherwise, earlier when John, some soldiers will come, sir, John the prophet has come, John the Baptist has come. യോഹന്നാൻ പ്രവാചകനായ യോഹന്നാൻ സ്നാപകൻ വന്നിരിക്കുന്നു എന്ന് നേരത്തെ ഈ പടയാളികളോട് പറഞ്ഞാൽ He was not free to meet him. Oh, I don't know what mistake he is going to point out to me. അവര് എന്നിൽ എന്ത് തെറ്റാണ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് അവനെ കാണുവാൻ വിസമ്മതിച്ചിരുന്ന ആളുകൾ. So it was like the Spirit of God convicting. ദൈവത്തിന്റെ ആത്മാവ് അവർക്ക് ബോധ്യം കൊടുക്കുകയായിരുന്നു. So he put John the Baptist in prison. അതുകൊണ്ട് യോഹന്നാൻ സ്നാപകനെ അവൻ തടവിലാക്കി. So that he can freely do what he wants to do. അവനെ തടവിലാക്കിയത് കൊണ്ട് ഹെരോദാവിന് തനിക്ക് ഇഷ്ടമുള്ളതുപോലെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയും. How are we? നാം എങ്ങനെയാണ്? We may not put brothers in prison. നാം സഹോദരന്മാരെ തടവിലാക്കുകയില്ലായിരിക്കാം. Instead of putting them in prison, we go into prison. നാം അവരെ തടവിലാക്കുന്നതിന് പകരം നാം ഒരു തടവിലേക്ക് പോകും, ഒരു ജയിലിൽ. Somebody is asking your parents, where's your son? മാതാപിതാക്കളോട് ചോദിക്കും, മോൻ എവിടെ? Tomorrow he has got an exam, he is preparing. അവന് നാളെ പരീക്ഷയുണ്ട്, അവൻ പഠിച്ചുകൊണ്ടിരിക്കുക. But previous day would have been playing. കഴിഞ്ഞ ദിവസം കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. Some reason, some excuse. എന്തെങ്കിലും ഒരു ഒഴിവഴിവ് പറയും. If you don't want to come to the church, സഭയ്ക്ക് വരാതിരിക്കുന്നതിന് the devil will give you umpteen number of reasons, excuses to convince the people.
അങ്ങനെ സഭയിൽ വരാതിരിക്കാനായിട്ട് ഒത്തിരി ഒഴിവൊഴിവുകൾ പിശാച് നിങ്ങൾക്ക് തരും. I'll tell you why we should come to church. എന്തിനാണ് നാം സഭയ്ക്ക് വരേണ്ടത് എന്ന് ഞാൻ നിങ്ങളോട് പറയാം. Luke chapter 1. ലൂക്കോസ് 1-ാം അധ്യായം. God is telling about the ministry of John the Baptist. അവിടെ ലൂക്കോസ് 1-ാം അധ്യായം അവിടെ യോഹന്നാൻ സ്നാപകന്റെ കുറിച്ച് നാം പറയുന്നു. യോഹന്നാൻ 1-ാം അധ്യായം, സോറി, verse 17. ജോൺ ഓർ ലൂക്ക്? Sorry, Luke chapter 1. Luke 1:17, 17-ാമത്തെ വാക്യം. Luke chapter 1 and verse 17. അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചും കൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. See, here it is told about preparing people for the first coming of the Lord. ഇവിടെ യേശുവിന്റെ ആദ്യത്തെ വരവിന് വേണ്ടി ആളുകളെ ഒരുക്കുന്നതിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. We can take this verse as how God is preparing us for his second coming. ഈ വാക്യം യേശുവിന്റെ രണ്ടാം വരവിന് വേണ്ടി നാം എങ്ങനെ ഒരുക്കപ്പെടണം എന്നുള്ള രീതിയിലും നമുക്ക് എടുക്കുവാൻ He is preparing. എങ്ങനെയാണ് അവൻ ആ രീതിയിൽ responsibility is for the fathers. ഒന്നാമത്തെ ഉത്തരവാദിത്വം പിതാക്കന്മാർക്കാണ്. So we have to tremble before God. നാം ദൈവത്തിന് മുമ്പാകെ വിറയ്ക്കണം. Lord, how am I going to lead my son or daughter into godliness? ഒരു അപ്പൻ എന്ന നിലയിൽ എന്റെ മകളെ ഞാൻ എങ്ങനെയാണ് ദൈവഭക്തിയിലേക്ക് നയിക്കുക? Here it says, he will turn the hearts of the fathers to the children. അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്ക് തിരിക്കും. Children's heart towards parents, that is missing here. ഇവിടെ മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്ക് എന്ന് ഇവിടെ പറയുന്നില്ല. That means I understand this way. More than your children, parents are having the responsibility to lead them to godliness. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് കുഞ്ഞുങ്ങളെ ദൈവഭക്തിയിൽ നടത്തുവാനായിട്ടുള്ള കൂടുതൽ ഉത്തരവാദിത്വം അപ്പന്മാർക്കാണ് ഉള്ളത്. He will turn the hearts towards children. അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്ക് തിരിക്കപ്പെടും. Yeah, many parents' hearts are turned towards their business. പല പിതാക്കന്മാരുടെ ഹൃദയവും അവരുടെ ബിസിനസ്സിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. Their profession, അവരുടെ ജോലിയിലേക്ക്, their career, അവരുടെ കരിയർ, or amassing property. അല്ലെങ്കിൽ വസ്തു വാങ്ങുന്നതിൽ. He comes very late. വളരെ വൈകിയാണ് വീട്ടിലേക്ക് വരുന്നത്. No time to chat or talk with his children. തങ്ങളുടെ മക്കളോട് സംസാരിക്കുവാനും സമയം ചെലവഴിക്കുവാനും അവർക്ക് സമയമില്ല, നേരമില്ല. Even if he talks, children know that daddy's heart is not here, his heart is somewhere else. സംസാരിച്ചാലും മക്കൾക്കറിയാം അപ്പന്റെ ഹൃദയം ഇവിടെയല്ല, വേറെ എവിടെയോ ചിന്തിച്ചുകൊണ്ടാ സംസാരിക്കുക. Some parents' hearts are towards their relatives. ചില മാതാപിതാക്കളുടെ ഹൃദയം ബന്ധുക്കളോട് ഒട്ടിയിരിക്കും. Through some other unlawful things. അല്ലെങ്കിൽ എന്തെങ്കിലും അവിശുദ്ധമായ നിയമപരമല്ലാത്ത കാര്യങ്ങളിൽ. We are now living in the last days. നാം അവസാന നാളുകളിലാണ് ജീവിക്കുന്നത്. God has sent the spirit of Elijah to the church. The church is doing the ministry of Elijah. എലിയാവിന്റെ ആത്മാവിനെ സഭയിലേക്ക് അയച്ച് ആ ഒരു പ്രവൃത്തി സഭ ചെയ്യണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. So what is the message? അതിന്റെ സന്ദേശം എന്താണ്? Wants to turn the hearts of the father, that includes mother also, towards the children. അപ്പന്റെയും അമ്മയുടെയും ഹൃദയം മക്കളിലേക്ക് തിരിക്കപ്പെടണം. Our children are going to school. ഞങ്ങളുടെ മക്കൾ സ്കൂളിൽ പോകുന്നു. What type of information is fed to their mind, we don't know. അവർ സ്കൂളിൽ നിന്ന് എന്ത് തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവരുടെ മനസ്സിലേക്ക് ഇൻജെക്ട് ചെയ്യപ്പെടുന്നത് നമുക്കറിയില്ല. Maybe teaching evolution theory. ചില ടീച്ചേഴ്സ് അവര് എവല്യൂഷൻ പരിണാമ സിദ്ധാന്തമായിരിക്കും പഠിപ്പിക്കുന്നത്. No God, everything came by its own. ദൈവമില്ല, എല്ലാം തന്നെ ഉണ്ടായതാണ്. And that is a seed. അതൊരു വിത്താണ്. Who has to remove that seed? ആ വിത്ത് എടുത്തു കളയേണ്ടത് ആരാണ്? When they come back, parents have to talk to the children. What did they teach you? അവര് തിരിച്ചു വരുമ്പോൾ മാതാപിതാക്കൾ മക്കളോട് സംസാരിക്കണം, എന്താണ് നിങ്ങളെ പഠിപ്പിച്ചത്? And all the bad seeds, before it sprouts, we have to remove it. ആ വിത്തുകൾ മുളയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിന്ന് ആ വിത്തുകൾ എടുത്ത് മാറ്റണം. And we have to sow the seed of the word of God. നാം ദൈവവചനത്തിന്റെ വിത്തുകൾ അവരുടെ മനസ്സിലേക്ക് പാകണം. Eunice and Lois, they were doing this work very seriously. യുണിക്കയും എന്തായിരുന്നു ലോയിസും ഈ കാര്യമായിരുന്നു നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. Timothy's mother and grandmother. തിമോത്തിയുടെ വല്യമ്മയും അമ്മയും. And it is something is written about them, what work they did. അവരെന്താണ് ചെയ്തത് എന്ന് ഇവിടെ അവരെ കുറിച്ച് എഴുതിയിരിക്കുന്നു. 2 Timothy 2 തിമോത്തിയോസ് 2 Timothy 2 തിമോത്തിയോസ് chapter 3 മൂന്നാമത്തെ അധ്യായം and verse 14 and 15. 14ഉം 15ഉം വാക്യങ്ങൾ. From the childhood. Paul is telling Timothy, you must continue in the things you have learned and have been assured, knowing from whom you learned them,
നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷിക്കുക ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്തതുകൊണ്ട്. And that from childhood you have known the holy scriptures that are able to make you wise for salvation through faith which is in Christ Jesus. നീ ബാല്യം മുതൽ നിന്നെ വിശ്വാസത്താൽ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ നീ അറിഞ്ഞിട്ടുണ്ട്. See, in Tamil, beautiful phrase is used. I don't know how it is in Malayalam. മലയാളത്തിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. തമിഴിൽ വളരെ മനോഹരമായ ഒരു പ്രയോഗമാണ്. പരിശുദ്ധ വേദ എഴുത്തുക്കൾ. അവിടെ letters, not words, letters. അവിടെ തിരുവെഴുത്തുകൾ എന്നാണ് മലയാളത്തിൽ. പരിശുദ്ധ വേദ എഴുത്തുകൾ എന്നാണ് തമിഴിൽ. That means the child is not grown sufficient enough to read words. It can only read letters. അപ്പോ ഈ വാക്കുകളൊന്നും വായിക്കാനുള്ള പ്രായമായിട്ടില്ല. അപ്പൊ അവിടെ എഴുത്തുകൾ അത് അമ്മ അല്ലെങ്കിൽ അവന് പറഞ്ഞു കൊടുക്കുന്നു. So യേശു like that she is teaching. അതുകൊണ്ട് അമ്മ അല്ലെങ്കിൽ വലിയമ്മ പഠിപ്പിച്ചു കൊടുക്കുന്നു. യേശു അക്ഷരങ്ങൾ കൂട്ടി വായിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ് തിരുവെഴുത്തുകൾ എഴുത്തുകൾ. സാൽവേഷൻ SALVATION രക്ഷിപ്പ് പറഞ്ഞു കൊടുക്കുന്നു. Children know the Lord is my shepherd. Letters he started leading. അവരങ്ങനെ അക്ഷരങ്ങൾ കൊണ്ട് തിരുവെഴുത്തുകളെ ഓരോന്നായിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കും. Timothy's father's heart was towards business. തിമോത്തിയുടെ പിതാവിന്റെ ഹൃദയം ബിസിനസ്സിലേക്കായിരുന്നു. So he never cared for the children. അവൻ തന്റെ മക്കളെ കുറിച്ച് ചിന്തിച്ചതേയില്ല. Thank God, godly mother and godly grandmother were there. എന്നാൽ അവന് ഒരു ദൈവഭക്തിയുള്ള അമ്മയുണ്ടായിരുന്നു, ദൈവഭക്തിയുള്ള വലിയമ്മയുണ്ടായിരുന്നു. They were teaching the word of God. അവര് ദൈവവചനം പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. That is turning the hearts of the father towards the children. അതാണ് പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്ക് തിരിക്കുന്നത്. Mary took Jesus every time to the church, to the temple. മറിയ എപ്പോഴും യേശുവിനെ ആലയത്തിലേക്ക് കൊണ്ടുപോയി. And Jesus has developed an inherent desire to read the word of God. യേശുവിന് അങ്ങനെ ദൈവവചനം വായിക്കുവാനുള്ള ഒരു വളരെ താല്പര്യം ഉണ്ടായിരുന്നു. Yeah, and I used to imagine like this. ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. The Sunday meeting was over. In those days it was on Saturday. അവിടെ അന്ന് ആ കാലഘട്ടത്തിൽ ഞായറാഴ്ച മീറ്റിംഗ് കഴിഞ്ഞാൽ and he was thinking about what the Rabbi read in the scriptures. അവിടെ റബി അവിടെ എന്തൊക്കെയാണ് വായിച്ചത്, അവിടെ ആ തിരുവെഴുത്തിൽ എന്തൊക്കെയാണ് വായിച്ചത്. Yes, again I have to go and read. എനിക്കത് വീണ്ടും പോയി വായിക്കണം. But poor homes, they didn't have Bible in those days. അന്ന് ആ കാലഘട്ടത്തിൽ വീടുകളിലൊന്നും വേദപുസ്തകമില്ല. There were no printed Bibles. അന്ന് പ്രിന്റ് ചെയ്യപ്പെട്ട വേദപുസ്തകമില്ല. Comes running, he is asking mommy, I want to go to church. അപ്പം മമ്മിയോട് പറയുന്നു, മമ്മി എനിക്ക് ആലയത്തിലേക്ക് പോകണം. Immediately all his brothers are coming. Don't allow this fellow, he wants to go and sleep there. Don't allow, let him do all the work. അപ്പോ അവന്റെ സഹോദരന്മാരൊക്കെ പറയും, അവനെ വിടരുത്, അവൻ അവിടെ പോയി ഉറങ്ങാൻ പോവുക, ഇവിടെയുള്ള ജോലിയൊക്കെ അവൻ ചെയ്യട്ടെ. Let him do my work also. എന്റെ ജോലിയും കൂടെ ചെയ്യട്ടെ. Then only we will allow him. എന്നാൽ മാത്രമേ ഞങ്ങൾ അവനെ സമ്മതിക്കൂ. Jesus gets up very early and he cuts the onion and peels the garlic. അപ്പൊ യേശു നേരത്തെ തന്നെ എഴുന്നേറ്റ് അവിടെ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞ് റെഡിയാക്കി. My sisters, they are kneading the flour. You do this also, then we go to church. അപ്പോ അവര് സഹോദരിമാര് പറയുന്നു, ഞങ്ങള് മാവ് കുഴച്ചോണ്ടിരിക്കുക, നീ ഇത് ചെയ്താൽ നിന്നെ വിടാം, അല്ലെങ്കിൽ നീ പോകണ്ട. ഇവൻ എവിടെ പോയി ആലയത്തിൽ പോവാന്ന് പറഞ്ഞ് ആസ്വദിക്കാം. അവന് സഭയ്ക്ക് പോകണമെന്ന് പറയും. But Jesus sincerely, he works very hard, finishes all the work. Then mommy, I finished, shall I go? അപ്പോ യേശു എല്ലാ ജോലികളും അവിടെ പൂർത്തിയാക്കിയ ശേഷം, മമ്മി ഞാൻ പൊക്കോട്ടെ. He comes running. Oh, I want to see that word that I read last time in Isaiah. ഞാൻ യെശയ്യാവിൽ കഴിഞ്ഞ ആഴ്ച വായിച്ച അത് എനിക്ക് കാണണം എന്ന് പറഞ്ഞുള്ള ആവലോടെ ആഗ്രഹത്തോടെ അവൻ ഓടി ആലയത്തിലേക്ക് ചെല്ലുന്നു. Because the particular portion when the Rabbi was reading, he had the desire. Oh, it must be me. God is anointing me to deliver the poor people, to present the gospel, to heal the broken hearted. അവിടെ അന്ന് റബി ആ വാക്ക് വായിച്ചപ്പോൾ അത് എന്നെ കുറിച്ചായിരിക്കും, അവിടെ ആരിയിരിക്കുന്ന തകർന്നിരിക്കുന്നവരെ അവരെ രക്ഷിക്കുവാനായിട്ടുള്ള ആ വാക്ക് എന്നെ കുറിച്ചായിരിക്കും. And he goes to Rabbi, please, I want to read that one. അവൻ തുടർന്ന് റബിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. I have enough work, I have finished the accounts. 1 hour. അപ്പൊ റബി ചിന്തിക്കുന്നു, ഞാൻ എല്ലാ ജോലിയും തീർത്തു, എന്റെ എല്ലാം ഞാൻ പൂട്ടി വെക്കാൻ പോവാണ്, അപ്പോഴാണ് നീ വരുന്നത്. Then he will wait sincerely for 1 hour. അവൻ 1 മണിക്കൂർ അതിനുവേണ്ടി ആത്മാർത്ഥതയോടെ കാത്തിരിക്കും. Then comes to the Rabbi.
അതിനെ തുടർന്ന് റബി വരും. Rabbi is asking him, do you know which is scroll? Because Isaiah itself will have 6 or 7 or 9 scrolls. It is written in the skin. യെശയ്യാവ് തന്നെ തോൽ ചുരുളിലാണ് എഴുതിയിരിക്കുന്നത്. അത് തന്നെ 12 ചുരുളുകൾ ഉണ്ടാവും യെശയ്യാവിന്റെ പുസ്തകം He തന്നെ. goes and picks up correctly. അപ്പൊ അവൻ പോയി അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ചുരുള് പോയി എടുത്തോണ്ട് വരും. Rabbi, അത് റബിക്ക് കൊടുക്കുന്നു. and he takes the portion. റബി ആ ഒരു പോർഷൻ എടുക്കുന്നു. So repeatedly he meditated that and he now grew big. അപ്പൊ തുടർമാനമായിട്ട് അത് ധ്യാനിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ യേശു വളർന്നു വലുതായി. Now Luke chapter 4 and verse 16. ലൂക്കോസ് 4-ാം അധ്യായം In the അതിന്റെ place where he grew up, 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, താൻ വളർന്നു വന്ന ആ സ്ഥലത്ത്, according to the practice I want to stress. ഇവിടെ അവൻ വളർന്ന നസ്രേത്തിൽ വന്ന് ശബത്തിൽ തന്റെ പതിവ് പോലെ എന്ന ഈ പ്രയോഗത്തെ ഒരു ഊന്നൽ കൊടുക്കാൻ ഞാൻ Stood up to read the word. പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. And they gave the book to him. അവൻ പുസ്തകം തുറന്ന് പുസ്തകം അവന് കൊടുത്തു. When he opened, he got this portion. അവൻ പുസ്തകം വിടർത്തി. The Spirit of the Lord is upon me. ദരിദ്രന്മാരുടെ സുവിശേഷം To അറിയിപ്പാൻ preach the gospel to the poor people. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. Then he told that is, because now he is grown up. And time of God has come. Now he says, this is about me. ഇപ്പോൾ അവൻ വളർന്നു, ഇത് എന്നെ കുറിച്ചാണ് എന്ന് അവൻ പറയുന്നു. Yeah. So that's how Timothy and Jesus, they filled their mind with the word of God. അങ്ങനെയാണ് തിമോത്തിയോസും യേശുവും ഒക്കെ ദൈവവചനം കൊണ്ട് തങ്ങളുടെ മനസ്സിനെ നിറച്ചത്. I'll read one verse and finish. ഞാൻ ഒരു വാക്യം വായിച്ച് 2 തിമോത്തിയോസ് chapter 2 2 തിമോത്തിയോസ് 2-ാം അധ്യായം and verses 25 and 26. 25-ഉം 26-ഉം There are two ways the devil will possess. 2 രീതിയിലാണ് പിശാച് ആളുകളെ സ്വാധീനിക്കുന്നത്. Illiterate people and people in the rural area and all, literally he possesses and they are possessed by the devil. വില്ലേജുകളിലൊക്കെയുള്ള ആളുകളെ പിശാച് വന്ന് ബാധിച്ച് അവരെ പിശാച് പൊസസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. But to the modern society, he doesn't come and possess. You don't hear such things in the cities. എന്നാൽ ഈ പട്ടണങ്ങളിലും ഇങ്ങനെയുള്ള ആധുനിക ഇടത്ത് പിശാച് വന്ന ആളുകളെ അങ്ങനെ പൊസസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാറില്ല. In a different way. എന്നാൽ പിശാച് ഇപ്പൊ വേറെ രീതിയിലാണ്. You ask those people, they say, we don't believe in devil, we don't believe in God. ആളുകൾ പറയും, ഞാൻ ദൈവത്തിലും വിശ്വസിക്കുന്നില്ല, പിശാചിലും വിശ്വസിക്കുന്നില്ല. Yeah, that's what devil wants. അതാണ് പിശാചിന് ഇഷ്ടം. Let them not believe anything, but let them not believe God also. അവര് ഒന്നും വിശ്വസിച്ചില്ലെങ്കിലും ദൈവത്തെ വിശ്വസിക്കരുത്. Yeah, but they will do all the things according to the devil's drive and will. എന്നാൽ പിശാചിന്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. They are also possessed by the devil. അങ്ങനെയുള്ളവരും പിശാചിന്റെ സ്വാധീനത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. 26th verse. ഇവിടെ 26-ാമത്തെ വാക്യം. 2 Timothy chapter 2. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 26-ാം വാക്യം. പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകിയാൽ അവർ സുബോധം പ്രാപിച്ച് അവന്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്നും വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതും ആകും. You have to teach them the doctrine, the word of God. നിങ്ങൾ സൗമ്യതയോടെ അവരെ പഠിപ്പിക്കേണ്ടതാകുന്നു. So why should I come to the church every week? എന്തിനാണ് ഞാൻ ഓരോ ആഴ്ചയും സഭയിൽ വരുന്നത്? So that you may be delivered from the influence of the devil. കാരണം എന്താണ്? പിശാചിനാൽ പിടിപെട്ട് നിങ്ങൾ കുടുങ്ങിപ്പോകരുത്. പിശാചിന്റെ സ്വാധീനത്തിൽ നിന്ന് നിങ്ങൾ സുബോധം പ്രാപിച്ചൊഴിയണം. Yeah, now we come back to Luke chapter 1 where we read 17th verse. ലൂക്കോസ് 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലേക്ക് നാം തിരിച്ചു വരാം. God wants the parents' heart to be turned towards the children. അവിടെ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്ക് തിരിക്കണം. And also towards the wisdom of the righteous people. അത് മാത്രമല്ല അവിടെ which is that verse? 2:1 and verse 17. നീതിമാന്മാരുടെ ബോധത്തിലേക്കും അവരെ തിരിക്കണം. Yeah. So where do we find the words of the wisdom? എവിടെയാണ് നാം ഈ ജ്ഞാനത്തിന്റെ വാക്കുകൾ നാം കാണുന്നത്? Disobedient to the wisdom of the righteous. നീതിമാന്മാരുടെ നീതിയുടെ ആ അനുസരണത്തിന് മറത്തു നിൽക്കുന്ന അത് എവിടെയാണ്? That is the teaching of the godly people. God turns parents' father's heart to the children and disobedient to the wisdom of the righteous. ഇവിടെ ഈ തർജ്ജമയിൽ ഇതിങ്ങനെയാണ്, ഹൃദയങ്ങളെ പിതാക്കന്മാരുടെ ഹൃദയങ്ങളിലേക്ക് തിരിക്കുന്നു, ആൻഡ് അനുസരണം കെട്ടവരെ നീതിമാന്മാരുടെ ജ്ഞാനത്തിലേക്ക് തിരിക്കുന്നു. This is how God is preparing his people for the second coming. കർത്താവിന്റെ വരവിന് വേണ്ടി, രണ്ടാമത്തെ വരവിന് വേണ്ടി ഇങ്ങനെയാണ് ജനങ്ങളെ ദൈവം ഒരുക്കുന്നത്. So we have so many books
articles from CFC. നമുക്ക് CFCക്കുള്ള അനേക പുസ്തകങ്ങൾ, ലേഖനങ്ങൾ വെബ്സൈറ്റിലുണ്ട്. Books are there, നമുക്ക് പുസ്തകങ്ങളുണ്ട്, written by Razak and Sister Annie for girls, and many other books for every one of us. സാക്ക് എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ, പെൺകുട്ടികൾക്ക് വേണ്ടി സിസ്റ്റർ ആനി എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ, മറ്റു പല പുസ്തകങ്ങൾ. And in the church you hear godly brothers sharing godly wisdom. ഇവിടെ സഭയിലും ദൈവഭക്തരായ സഹോദരന്മാർ ദൈവികമായ ജ്ഞാനം പങ്കുവെക്കുന്നത് നിങ്ങൾ കേൾക്കുന്നു. That's why we come to the fellowship. അതുകൊണ്ടാണ് നാം കൂട്ടായ്മയ്ക്ക് വരുന്നത്. That is God's way of preparing his people. അങ്ങനെയാണ് ദൈവം തന്റെ മക്കളെ ഒരുക്കുന്നത്. So may God help us to grow in godly wisdom. നമുക്ക് ആ പ്രകാരം ദൈവിക ജ്ഞാനത്തിൽ വളരുവാനായിട്ട് ദൈവം നമ്മെ Not സഹായിക്കും. leave our mind blank, but let us sow seeds of faith. നമുക്ക് നമ്മുടെ മനസ്സിനെ ശൂന്യമാക്കി വെക്കാതെ വിശ്വാസത്തിന്റെ Faith comes by hearing the word of God. വിശ്വാസത്തിന്റെ വിത്തുകൾ, ആ ദൈവവചനം കേട്ടുകൊണ്ട് വിശ്വാസത്തിന്റെ വിത്തുകൾ നമ്മുടെ മനസ്സിലേക്ക് So വിതയ്ക്കാം. that we are prepared for the coming of the Lord. അങ്ങനെ നാം കർത്താവിന്റെ വരവിന് വേണ്ടി നാം ഒരുക്കപ്പെടട്ടെ. We will not become the place for the devil to come and invest. പിശാച് വന്ന് നിക്ഷേപിക്കുവാനായിട്ടുള്ള ഒരു ഇടമായി നമ്മുടെ മനസ്സ് മാറരുത്. Devil wants agents in the church also. പിശാചിന് ഈ സഭയിലും പിശാചിന്റെ ഏജന്റുമാരുണ്ടാകണമെന്ന് പിശാച് The ആഗ്രഹിക്കുന്നു. prince of this world is coming and I don't have anything of him. ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എന്നോട് ഒരു കാര്യവുമില്ല. May God help us. ദൈവം നമ്മെ സഹായിക്കട്ടെ. Amen. ആമേൻ.